ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്പനയിലും കാര്യങ്ങളൊക്കെ കണ്ടുപോലെ തന്നെ നമുക്ക് സ്പിൻ ചെയ്തുകൊണ്ടും സ്ക്രാച്ച് ചെയ്തുകൊണ്ട് റെഫർ ചെയ്തുകൊണ്ടും അതായത് സെൽഫായിട്ടും നമുക്ക് റെഫർ ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ പുതിയതായിട്ട് ലോഞ്ച് ആയ ഒരു ആപ്ലിക്കേഷന് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ സ്കിപ്പ് അടിക്കാണ്ട് കാണാൻ നോക്കുക. കാരണം സിമ്പിൾ ആയ ഒരു ആപ്ലിക്കേഷൻ ആണ്, വലിയ ഹെവി ടാസ്കും കാര്യങ്ങളും വർക്കൊന്നും വരുന്നില്ല. പിന്നെ നമുക്കൊരു അൺലിമിറ്റഡ് ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ പെട്ടെന്നായിട്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കി വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, കുറച്ചും കൂടെ സിമ്പിൾ ആക്കി നിങ്ങൾക്ക് ഓഫറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ ഞാൻ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് ഫുൾ ആയിട്ടിരുന്ന് കാണുക. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ പതിവുപോലെ തന്നെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും, ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷന്റെ പേര് വരുന്നത് റിവാർഡ് ബോയ് എന്നാണ്. പ്ലേ സ്റ്റോറിൽ ഏകദേശം 5K+ ഡൗൺലോഡ്സ് ഒക്കെ ആയിട്ടുള്ളൂ. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പണും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ സൈൻ അപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ റെഫർ കോഡും കാര്യങ്ങളൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി വന്നോളും. വന്നില്ലെങ്കിൽ മസ്റ്റാർഡ് എൻ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ അവിടെ റെഫർ കോഡ് എൻ്റർ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരു 150 കോയിൻസ്, അതായത് ഏകദേശം ₹1 നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. 130 കോയിൻസ് ആണ് ₹1. നമുക്ക് 150 കോയിൻസ് സൈൻ അപ്പ് ബോണസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഹോമിലേക്ക് വരിക കേട്ടോ. ഹോമിലേക്ക് വന്നതിന് ശേഷം നമുക്ക് അവിടെ കുറെ ഏണിംഗ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഡെയിലി സ്പിൻ പോലെയുള്ള കുറെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലായിട്ട് ഡെയിലി ചെക്ക് ഇൻ എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആർട്സും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പൊ തന്നെ സക്സസ്ഫുള്ളി ക്രെഡിറ്റ് എന്ന് പറയും. നമുക്കവിടെ 150 എന്നുള്ള 200 ആയിട്ടുണ്ട്. ഏകദേശം 1.54 റുപ്പീസ് നമുക്കവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ അവിടെ സ്പിൻ ആൻഡ് വിൻ എന്ന് പറഞ്ഞ ഓപ്ഷനും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിയുള്ള ആപ്ലിക്കേഷനെ പോലെ നമ്മളെ വെറുപ്പിക്കുന്ന ആർട്സും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ വേണേൽ ലൈവായിട്ട് കാണിച്ചു തരാം. എനിക്ക് ഇതിലോട്ട് ആർട്സ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഡെയിലി എന്താ പറയുക, ലിമിറ്റ് ഉണ്ട്. 10ഓ 15ഓ എങ്ങാണ്ട് സ്പിന്നോ കാര്യങ്ങളൊക്കെ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. കട്ടും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ തന്നെ ഇത് ഞാൻ അത് അറിയാണ്ട് കട്ട് ചെയ്തു. ഞാനത് ആർട്സ് വരും ഓർത്ത് കട്ട് ചെയ്തതാണ്. പക്ഷെ ആർട്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. കേറുമ്പോൾ തന്നെ ആർട്സും കാര്യങ്ങളൊന്നും വരത്തില്ല. ഞാൻ പറയുന്ന സംഭവത്തിനൊക്കെ ആർട്സ് വരത്തുള്ളൂ. ഇതിന് ഏതായാലും സ്പിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ആർട്സ് കണ്ടോണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള ആപ്ലിക്കേഷനെ പോലെ 2 കോയിൻസിന് വേണ്ടി 30 സെക്കൻഡ് ആഡ് കാണുക, അങ്ങനെ സംഭവമൊന്നുമില്ല. നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പോയിന്റ്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഏകദേശം എനിക്ക് തോന്നുന്നു 15 സ്പിന്നാന്ന് തോന്നുന്നു. 10ഓ 15ഓ സ്പിന്ന് നമുക്കിങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും വിത്തൗട്ട് ആർട്സ്. അപ്പൊ സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവിടെ ആർട്സിന്റെ ആവശ്യമില്ല, ആർട്സ് കാണേണ്ട ആവശ്യമില്ല. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും, നമുക്കൊരു സ്പിന്നിലൂടെ തന്നെ ഡെയിലി നമുക്കൊരു 50, 60, 70 ആ ഒരു പോയിന്റ്സ് റേഞ്ചിൽ നമുക്ക് റീച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ അവിടെ ഹോട്ട് ഓഫേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഓഫർ ടാസ്കും കാര്യങ്ങളൊക്കെയാണ്. പക്കയായിട്ട് ട്രാക്ക് ആവുന്നതായിരിക്കും. അതോർത്ത് പേടിക്കേണ്ട. ലാസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ തന്നെ ആപ്ലിക്കേഷനും നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്ന് വെച്ച് നിങ്ങൾക്കത് കംപ്ലീറ്റ് ആക്കേണ്ട, നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നമുക്കൊരു ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനമായിരിക്കും ട്രിക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒന്നെങ്കിൽ ജെനുവിനായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. കംപ്ലീറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കൊള്ളുക. ഒരു 90-50% നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയി കിട്ടുന്നതായിരിക്കും. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ സ്വൈപ്പ് ആൻഡ് ഏൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇത് നല്ല പരിപാടിയാണ്. അതായത് അവിടെ ഒരു വിരൽ വെച്ചേക്കുന്ന കണ്ടില്ലേ, അവിടുന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. അപ്പൊ അവിടെ കുറച്ച് പോയിന്റ് കൂടും. നമുക്കങ്ങനെ അത് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. ആ ഗ്യാപ്പ് ഫില്ല് ആകുമ്പോൾ നമുക്ക് അവിടെ ജസ്റ്റ് ഒരു ആഡ് വരും. ഇതിനകത്ത് ഏതായാലും ആഡ് വരുന്നുണ്ട്. സ്പിന്നിന്റെ അകത്താണ് ആഡ് ഇല്ലാതെ. ഇതിനകത്ത് ഏതായാലും ആഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും ഡെയിലി അവിടെ 5 പ്രാവശ്യമാണ് നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ആ ഒരു ലോഡായി കിട്ടുമ്പോൾ തന്നെ നമുക്ക് ക്ലെയിം യുവർ റിവാർഡ്സ് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കവിടെ പോയിന്റ്സ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അതിനെ സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ നമുക്ക് ഡെയിലി 5 സ്വാപ്പ് കിട്ടുന്നതായിരിക്കും. 5 സ്വൈപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സിമ്പിൾ ആണ്. ആ സർക്കിളിൽ പിടിച്ച് അങ്ങോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. വലിയ പാടൊന്നുമില്ല. പിന്നെ 5 റീച്ച് ആയാൽ പിന്നെ നമുക്ക് ആ കോയിൻസിന്റെ പവർ കൂടും. അതായത് 2 കോയിൻസ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 18ഉം 20ഉം കോയിൻസ് കിട്ടും. അതോടൊപ്പം തന്നെ ആർട്സ് നിങ്ങൾക്ക് വരത്തില്ല. ഇതിന് നിങ്ങൾക്ക് ആർട്സ് വരത്തില്ല. എനിക്ക് തോന്നുന്നു ഇതിന് വരത്തില്ല. ഞാനിപ്പോ കട്ടൊന്നും ചെയ്തിട്ടില്ല, കറക്റ്റ് ആയിട്ട് കാണിക്കുകയാണ്. ഇതിന് നമുക്ക് ആർട്സ് വരത്തില്ല. ആദ്യം ചെയ്യുമ്പോൾ മാത്രമേ ആർട്സ് വരത്തുള്ളൂ. അപ്പൊ ഇത് നമുക്ക് അങ്ങനെ ഡെയിലി 5 നമുക്ക് മറ്റേ നോർമൽ കോയിൻസ് കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി 5 നമുക്ക് കുറച്ചും കൂടെ സ്പെഷ്യൽ കോയിന് കിട്ടുന്നതായിരിക്കും. സെയിം കോയിനാണ്, നമുക്ക് കുറച്ചും കൂടെ കൂട്ടി കിട്ടുന്നേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് അതിനെ 10 പ്രാവശ്യം, ടോട്ടല് 10 തവണയാണ് അതിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഫാക്ക്, ഫോളോവേഴ്സ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്, നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ സൂപ്പർ ഹോട്ട് ഓഫേഴ്സ് ആണ്. അത് നമ്മുടെ പബ് സ്കെയിലാണ്.
ഇപ്പൊ കുറെ പേരുടെ ഫോണിൽ ഈ പബ് സ്കെയിലും സാധനങ്ങളൊന്നും കംപ്ലീറ്റ് ആകൂല. അത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ഡിവൈസിൽ കംപ്ലീറ്റ് ആകൂല ചില പബ് സ്കെയിലൊന്നും. സോ ഞാനിത് റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ഫോണിന്റെ അനുസരിച്ചിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. 100% നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇത് എന്റെ ആപ്ലിക്കേഷൻ അല്ല, ഞാനത് ഹൈലി റെക്കമെൻഡ് ചെയ്യാനൊന്നും. ട്രൈ ചെയ്ത് നോക്കുക. എന്റെ പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തുള്ള ആപ്ലിക്കേഷൻ കാണും, പേയ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാനത് എടുത്ത് റിവ്യൂ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ആപ്ലിക്കേഷനും ഹൈലി റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടുന്ന ആപ്ലിക്കേഷനൊക്കെ ഞാൻ അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ അവിടെ ഓഫർ വാൾസിന്റെ കുറെ പബ് സ്കെയിൽ, ആർട്ട് ജമ്പ്, സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞ് കുറെ സംഭവം കൊടുത്തിട്ടുണ്ട്. സെയിം പ്രൊസീജിയറാണ്, കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ട് ഏൺ ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഓഫർ കംപ്ലീറ്റ് ആകണം. പിന്നെ ലീഡർ ബോർഡ്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ വേറെ കുറച്ച് ആപ്ലിക്കേഷൻ കൊടുത്തു. നമ്മുടെ എംദാനില്ലേ, അതിന്റെ സെക്കൻഡ് ആപ്ലിക്കേഷൻ ആണിത്. സോ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ പക്കയായിട്ടും. പിന്നെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ഇൻവൈറ്റിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. റെഫർ കോഡും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പെർ ഇൻവൈറ്റ് 200 കോയിൻസ് ആണ്. അവർ ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്താൽ മാത്രം മതി, വേറെ വർക്കൊന്നുമില്ല. സൈനപ്പ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് അതിന്റെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൈസായിട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. പിന്നെ നമുക്കവിടെ പ്ലേ ടൈം ഗെയിംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വിഡ്രോ ചെയ്യാനായിട്ട് നമുക്കവിടെ വാലറ്റിലേക്ക് വരിക. UPI ഉണ്ട്, ഗൂഗിൾ പ്ലേ റെഡിയും കൂടെ ഉണ്ട്, ആമസോൺ ഉണ്ട്. ഗൂഗിൾ പ്ലേയിലേക്കാണെങ്കിൽ UPIയിലേക്കാണെങ്കിൽ നമുക്ക് മിനിമം വിഡ്രോ വരുന്ന വെറും 1300 പോയിന്റ്സ് ഉണ്ടെങ്കിൽ 10 രൂപ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. 3250 പോയിന്റ്സ് ഉണ്ടെങ്കിൽ 25 രൂപ വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ കുറച്ച് ടാക്സ് പിടിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ 13000 കോയിൻസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വിത്തൗട്ട് ടാക്സ് നിങ്ങൾക്ക് അതിന് ടാക്സ് വരുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ബെറ്റർ അതായിരിക്കും. നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് 10 രൂപ വിഡ്രോ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. പിന്നെ ഗിഫ്റ്റ് കാർഡിന്റെയും അതങ്ങനെ തന്നെയാണ്. പിന്നെ ആമസോണിന്റെയും അങ്ങനെയൊക്കെ തന്നെയാണ്. ആമസോണിലേക്ക് 10 രൂപ മാത്രമേ വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. UPIയിലേക്കും പ്ലേ സ്റ്റോറിലേക്കൊക്കെയാണ് കൂടുതൽ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കുക. പേയ്മെന്റ് കാര്യങ്ങളൊക്കെ വിത്തിൻ 24 അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പേയ്മെന്റ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഒരു ഡൗട്ടും വേണ്ട. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. പേയ്മെന്റ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ആ ട്രിക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ എങ്ങനെ വീണ്ടും കംപ്ലീറ്റ് ചെയ്യും. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് റീസെറ്റ് ആപ്പ് കാര്യങ്ങൾ ക്ലോസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സിൽ അവിടെ ഒരു സെർച്ച് ബാർ കാണും. അവിടെ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ എനേബിൾ ആയി വരുന്നതായിരിക്കും. അതിന്റെ ഒന്നാമത്തെ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരുന്നതായിരിക്കും. അവിടെ നമുക്ക് ഓൾ സർവീസിന്റെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾ സർവീസ് ക്ലിക്ക് ചെയ്ത് ആർട്സിൽ ക്ലിക്ക് ചെയ്യുക. ആർട്സിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം റീസെറ്റ് അഡ്വർടൈസിംഗ് ഐഡിയ പിടിച്ചൊരു 4 തവണ കൺഫേം ചെയ്ത് വിടുക. ഒരു 5-6 തവണ കൺഫേം ചെയ്ത് വിട്ടാൽ മതി. അപ്പൊ ഈ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ തന്നെ ആപ്ലിക്കേഷനിലും വർക്കബിൾ ആണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാനൊരു വീഡിയോയിൽ ഇത് പരിചയപ്പെടുത്തുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഇത് റീസെന്റ് ആപ്പും കാര്യങ്ങൾ ക്ലോസ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എയർപ്ലെയിൻ മോഡ് ഓൺ ചെയ്യുക. അതിനുശേഷം ക്രോമിന്റെ ആപ്പ് ഡേറ്റയിൽ പോയിട്ട് നിങ്ങൾ ക്ലിയർ ക്യാച്ച് ചെയ്തതിനു ശേഷം ക്ലിയർ ഡേറ്റ ചെയ്യുക. ക്ലിയർ ഡേറ്റ ആദ്യത്തെ പ്രാവശ്യം ഒന്നും ആയില്ലെങ്കിൽ ഒരു 2-3 തവണ ചെയ്യുക. ചില ഫോണിന്റെ ക്രോമിന്റെ ഒന്നും പെട്ടെന്ന് അങ്ങനെ ക്ലിയർ ഡേറ്റ ആവത്തില്ല. അതിനുശേഷം പ്ലേ സ്റ്റോറിനെയും ആപ്പ് ഇൻഫോയിൽ പോയിട്ട് ക്ലിയർ ക്യാച്ച് ചെയ്തതിനു ശേഷം ക്ലിയർ ഡേറ്റ ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് ഒരു 10-15 സെക്കൻഡ് ഇങ്ങനെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എയർപ്ലെയിൻ മോഡും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യുക. നെറ്റും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യുക. നെറ്റും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തതിനു ശേഷം ഡേറ്റ വരുന്നോടം വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പൊ ഡേറ്റ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നിങ്ങൾ അവിടെ ഞാൻ പറയില്ല, സൂപ്പർ ഹോട്ട് ഓഫേഴ്സ് എന്ന് പറഞ്ഞ പബ് സ്കെയിലാണ്. ഇത് കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് അറിയാൻ മേല. കാരണം ഇതും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ നോക്കാറില്ല, പബ് സ്കെയിലിൽ അങ്ങനെ നോക്കാറില്ല. കാരണം എന്റെ ഫോണിൽ അത് എന്താണെങ്കിലും കംപ്ലീറ്റ് ആവത്തില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനകത്ത് കംപ്ലീറ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ ഹോട്ട് ഓഫേഴ്സിലാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ തന്നെ ആപ്ലിക്കേഷനും നമുക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കാണിക്കുക. പിന്നെ ഞാൻ പറയുകയാണ്, ഇതിനകത്ത് ഏത് ആപ്ലിക്കേഷൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്തുവാണെങ്കിലും സ്വന്തം നമ്പർ കൊടുക്കാണ്ടിരിക്കുക. വേറെ എന്തെങ്കിലും റാൻഡം ആയിട്ട് നമ്പർ അടിച്ച് റാൻഡം ആയിട്ടുള്ള OTP എൻ്റർ ചെയ്യുക. സ്വന്തം നമ്പർ കൊടുക്കാൻ ഞാൻ ആരോടും റെക്കമെൻഡ് ചെയ്യത്തില്ല. അങ്ങനെ എന്തെങ്കിലും പണി കിട്ടുവാണെങ്കിൽ ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. ഓക്കെ, പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷനൊക്കെയാണ്. പക്ഷെ അൺനെസസറി ആയിട്ട് നമ്പർ കൊടുക്കണ്ടല്ലോ. എന്തെങ്കിലും ചുമ്മാ റാൻഡം ആയിട്ട് അടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം കുറച്ചേരം വെയിറ്റ് ചെയ്ത് ബാക്കി അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കോയിൻസും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ. ലൈവായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. സിമ്പിളായ ആപ്ലിക്കേഷൻ ആണ്. വേറെ പ്രത്യേകിച്ച് ഒത്തിരി പണിയൊന്നും വരുന്നില്ല. ഡെയിലി ഒരു 10-15 മിനിറ്റ് ഒക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു 2 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള ആപ്ലിക്കേഷനെ പോലെയൊക്കെ തന്നെയാണ്. എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഒത്തിരി വലിയ ആപ്ലിക്കേഷൻ ആണെന്നും പറയാൻ പറ്റത്തില്ല, ചെറിയ ആപ്ലിക്കേഷൻ ആണെന്നും പറയത്തില്ല. ചെറിയ ചെറിയ എമൗണ്ടും കാര്യങ്ങളൊക്കെ പോക്കറ്റ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നോക്കുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് എമൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയ ആപ്ലിക്കേഷൻ ആണ്. പ്രൂഫാണ് ഞാൻ കാണിച്ചു തന്നു. ലൈവായിട്ട് അവിടെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇതേപോലത്തെ ആപ്ലിക്കേഷൻ റിവ്യൂ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.